നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുടുംബത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോ ബന്ധുക്കളൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ തന്റെ കുടുംബത്തിലെ കാര്യങ്ങളായിട്ട് മാറുന്നേ? മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. ഏയ് അങ്ങനെ പറയല്ലേ ജ്യോതിമ. പിന്നെ എങ്ങനെ പറയണം തന്നോട്? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ജ്യോതിമ. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ. ശത്രുവിനോടാണെങ്കിൽ പോലും ദേ പ്രതിപക്ഷ ബഹുമാനമുള്ള ആളാ ഞാൻ. DKക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത് എനിക്ക് കൂടി സന്തോഷമുള്ള കാര്യമല്ലേ? ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ അതിൽ താൻ സന്തോഷിക്കുന്ന എന്തിനാ? ഒന്നിറങ്ങി പോടോ. എന്താ ഇത് ജ്യോതിമ? വീട്ടിൽ കയറി വന്ന അതിഥിയോട് ഇറങ്ങി പോവാൻ പറയുന്നത് അത്ര നിങ്ങളെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ജ്യോതിമ. ദാ ഈ വയറ്റിൽ വളരുന്നത് ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയാ, അത് മറക്കരുത്. എന്തായാലും ഞാനിതിവിടെ വയ്ക്കാൻ പോവാ. What is this? വണക്കം അമ്മ. അല്ല, നീ എന്താ ഇവിടെ? എന്തിനാ നീ ഇവിടെ വന്നത്? നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? അമ്മയ്ക്കിപ്പോ സന്തോഷമായോ? എന്റെ സന്തോഷ ദുഃഖവും നീ അറിയണ്ട. എന്റെ മോനങ്ങൾ ഇപ്പൊ വന്നാലുണ്ടല്ലോ, നിന്നെ വെച്ചേക്കത്തില്ല. യു ഗോ. DKയുടെ അമ്മ എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ? എന്റെ അമ്മ ഇതുപോലെ ആയിരുന്നു. എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ? അല്ല, അമ്മ വരുന്നോ എന്റെ കൂടെ? നമുക്കങ്ങ് ബാംഗ്ലൂരേക്ക് പോവാം. സ്റ്റോപ്പ് ഇറ്റ്. നിന്നെ തമാശയാക്കാൻ ഇരിക്കുവല്ല ഞാൻ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അമ്മേ? മുബാരക്. ഇതേതാ അടുത്ത വിശേഷം? ജ്യോതിമ, വിശേഷമുള്ള അമ്മാവെ കാണാൻ വരുമ്പോ പലഹാരം കൊണ്ടുവരണം. അത് താൻ നാട്ടു നടപ്പോ. ഇത് മുഴുവൻ പലഹാരങ്ങളാണ്, നല്ല മധുരമുള്ള പലഹാരങ്ങൾ. ഇത് ഞാൻ ജ്യോതിമയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിക്കൊണ്ടു വന്നതാ. ഇത് കഴിക്കണം കേട്ടോ. മര്യാദക്ക് ഇതൊക്കെ എടുത്ത് ഇറങ്ങിക്കോണം. എന്റെ വിശേഷത്തിന് പലഹാരം വാങ്ങിക്കൊണ്ട് വരാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. ഇറങ്ങി പോവാനാ പറഞ്ഞേ. ജ്യോതിമ, ഞാൻ ഈ നാട്ടിലേക്ക് വരാനുള്ള കാരണം അത് DK മാത്രം. അപ്പൊ DK ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ബന്ധുക്കൾ ഇതുപോലൊരു അവസരത്തിൽ വരുമ്പോ മധുരം കൊണ്ടുവരണമല്ലോ. നിന്നോട് മര്യാദയ്ക്ക് കൊട്ടം തൂക്കി ഇറങ്ങി പോകാനാ പറഞ്ഞത്. അയ്യോ, അങ്ങനെ പറയല്ലേ അമ്മ. ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നത് സ്വീകരിക്കാതിരിക്കരുത്. തിരികെ കൊണ്ടുപോകുന്നത് ശരിയല്ലമ്മ. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം എടുത്തിട്ട് പോകാനാ പറഞ്ഞേ. ഭർത്താക്കന്മാരെ ജീവനോടെ വേണമെങ്കിൽ മേലാൽ എന്റെ പുറകെ വരരുതെന്ന് അവന്മാരോട് പറയണം. നോ, ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. സ്വീകരണമൊക്കെ ഗംഭീരം. അമരാവതിയിൽ ഒരു കുഞ്ഞ് പിറക്കാൻ പോവല്ലേ മൂർത്തി? അതെ. അപ്പൊ പിന്നെ നേരിൽ പോയി കണ്ട അഭിനന്ദിക്കണ്ടേ? ആ സന്തോഷം പങ്കുവയ്ക്കാനാ പോയത്. മൂർത്തി, നീ ഫോൺ വെച്ചോ.
വഴിയില് ഒരു ചിന്ന ബ്ലോക്ക്. ഞാൻ വിളിക്കാം. നമസ്കാര ഡി കെ സർ. ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. എന്റെ പേര് ഉച്ചരിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. ആണുങ്ങളായ നേർക്ക് നേരെ എതിർക്കണം. അല്ലാതെ ഭിക്ഷക്കാരുടെ വേഷം കെട്ടിച്ച് കേക്കിൽ വിഷം കലർത്തുന്ന നാണം കെട്ട ഏർപ്പാട് നടത്തുന്ന നീ ആൺവർഗത്തിന് തന്നെ അപമാനോ? എന്താ ഇത് ഡി കെ സർ? വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, ആ സന്തോഷം പങ്കുവയ്ക്കാനല്ലേ ഞാൻ വന്നത്. അപ്പോ നിങ്ങളെ അവിടെ കണ്ടില്ല. ഇപ്പതാ തൊട്ട് മുന്നേ. എനിവേ, കൺഗ്രാറ്റ്സ്. അമരാവതിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛന് അഭിനന്ദനങ്ങൾ. നിന്റെ ഈ ചിരിക്ക് പിന്നിൽ ഒരു ചതിയൻ ചെന്നായി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.